ഈ പരിപാടിയുടെ തുടക്കം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1978 മുതലുള്ള ചിത്രങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്ത് ഇവിടെ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റ് ആൽബങ്ങളിൽ നിന്നെല്ലാം സ്കാൻ ചെയ്തെടുത്ത് അതിനെ ഒരു പ്രസന്റബിൾ മോഡലാക്കാൻ വേണ്ടി കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി തുടർച്ചയായി ഞാൻ എന്ന് പറയുമ്പോൾ ഒട്ടും കളങ്കം ചേർക്കുന്നില്ല, തുടർച്ചയായി 2 ആഴ്ചക്കാലം 2 മണി 3 മണി വരെ പുലർച്ചെ ഇരുന്ന് വർക്ക് ചെയ്ത് ഇതിനൊരു പ്രസന്റബിൾ രീതിയിലാക്കി തന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഷെമിലിനെ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. സ്കൂൾ ഡേയ്സ് എന്ന പേരിന് അതിന്റെ അർത്ഥം പൂർണ്ണമാക്കിയത് മറ്റാരുമല്ല, ഇടക്കാലത്ത് നമ്മോടൊപ്പം ചേർന്ന് 2 വർഷക്കാലം കൊണ്ട് തന്നെ സ്കൂളിന്റെ കണ്ണിലുണ്ണിയായ ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും മെലിഞ്ഞ ശ്രീ രാജീവിനെ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ സ്കൂൾ ഡേയ്സിന് കൊടുത്ത് നമ്മുടെ അധ്യാപകർ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ലഭിച്ച 1-2 വ്യക്തികൾ വിളിച്ച് പറയുകയുണ്ടായി, ആദ്യം വരണില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ഇൻവിറ്റേഷനും നമ്മുടെ ലോഗോയും കണ്ടപ്പോൾ എന്ത് വന്നാലും വരണമെന്ന് തീരുമാനിക്കാൻ ആ കുട്ടികളെ പ്രാപ്തരാക്കിയ ശ്രീ രാജീവിന് നിറഞ്ഞ കയ്യടികളിലൂടെ ഈ ഗിഫ്റ്റ് നമുക്ക് കൈമാറാം. കോൺട്രിബ്യൂഷൻസ് പലതരത്തിലായിരുന്നു, ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്കേറെ പരിചിതനായ ഒരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഷെമിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലും ഉണ്ണിയും ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ സാദിഖ് ഇതിന്റെ മറ്റു കാര്യങ്ങളിലും ഞങ്ങളൊക്കെ മറ്റു മേഖലകളിലും വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏത് വാക്ക് ഉപയോഗിക്കണമെന്നും അറിയില്ല, അത്രയും അധ്വാനിച്ചുകൊണ്ട് ഒരുപാട് ഫിസിക്കൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ ആളാണ് പ്രിയങ്കരനായ ആഷിഖ്. രാവും പകലുമില്ലാതെ അധ്വാനിച്ച ആഷിഖിനെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അബൂബക്കർ ഡോക്ടർ സ്കൂളിനോട് എത്രത്തോളം കമ്മിറ്റഡ് ആണെന്ന് നമുക്ക് മുമ്പേ പ്രസംഗിച്ച പ്രാസംഗികർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഊണിലും ഉറക്കത്തിലും ചിന്തയിലുമെല്ലാം സ്കൂൾ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തിയുടെ ഊണിലും ഉറക്കത്തിലും ചിന്തയിലുമെല്ലാം അലുമിനി അസോസിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കേൾക്കുന്ന മനോഹരമായ പാട്ടുകൾ, ഇവിടെ വെച്ചിട്ടുള്ള മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, അതെല്ലാം വേണ്ട വിധത്തിൽ തെരഞ്ഞുപിടിച്ച് സമന്വയിപ്പിച്ച പ്രിയങ്കരനായ അനീഷിനെ ഈ വേദിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, അതാരാണെന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇൻവിറ്റേഷൻ ഇവിടുന്ന് സെൻഡ് ചെയ്ത ഒരാൾ, ഇൻവിറ്റേഷൻ കിട്ടിയ ഒരാൾ തിരിച്ചു വിളിച്ചു പറഞ്ഞു, എന്തായാലും 27-ാം തീയതി വരണമെന്നൊരു വാക്ക് മലയാളത്തിൽ അതിൽ എഴുതി ചേർക്കണമായിരുന്നു, ഈ ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് പറയുകയുണ്ടായി. ഇതിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തി, ഇന്ന് സ്കൂളിന്റെ അഭിമാനം വാനോളം ഉയർത്താവുന്ന രീതിയിൽ അദ്ദേഹം IAS പഠിക്കുക കൂടിയാണ്. അദ്ദേഹം ഈ പ്രോഗ്രാമിന്റെ ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ പ്രോഗ്രാമിന്റെ അറേഞ്ച്മെന്റിന് വേണ്ടി അക്ഷീണം യത്നിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ പരിപാടിക്ക് ശേഷം ലോകം പ്രളയം എന്ന് പറഞ്ഞതുപോലെ മറ്റൊന്നും ചിന്തിക്കാതെ ഇതിൽ ഇൻവോൾവ്ഡായ ബഹുമാന്യനായ ശ്രീ ആഷിഫ് കെപിയെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിൽ ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി പ്രശ്നം വയറിന്റേതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 250 രൂപ രജിസ്ട്രേഷൻ ഫീസ് വന്നപ്പോൾ തന്നെ മെനു അന്വേഷിച്ച് തുടങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു.
പിന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. ഈ കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്വന്തം കൂപ്പൺ, സ്വന്തം മെമ്പർഷിപ്പ് കയ്യിൽ വെക്കുക. അതില്ലാത്തവർ 250, 500, 1000, 2000 കൊടുത്ത് കരിഞ്ചന്തക്ക് വാങ്ങിയാലും വേണ്ടില്ല, അത് വാങ്ങിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോകാം. അതിനു മുമ്പേ വിശക്കാൻ വേണ്ടി, വിശപ്പൊന്നുകൂടി ശക്തിപ്പെടുന്നതിന് വേണ്ടി കുറച്ച് ഔട്ട്ഡോർ ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി പങ്കെടുത്ത് ഒരു അരമണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വന്ന നിങ്ങൾ ഏവരെയും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കലാപരിപാടികൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത പലരും ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലൂ മാത്രം ഞാൻ തരാം. ആശാമിസ് പോലും ചില സമയത്ത് ഇവിടെ ഡാൻസ് ചെയ്തേക്കാം. അപ്പൊ ഒരാളും ഇവിടുന്ന് പിരിഞ്ഞു പോകാതെ ഈ അലുമിനി അസോസിയേഷൻ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതിന് വേണ്ടി ഈ കുടുംബത്തിലേക്കുള്ള മടങ്ങിവരവിനെ എന്നും ഓർമ്മിക്കാവുന്ന, നമ്മുടെ പുസ്തകങ്ങൾക്കിടയിൽ വെക്കുന്ന മയിൽപീലി പോലെ ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവാക്കി മാറ്റാൻ ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ഒരാളും ഇവിടുന്ന് പിരിഞ്ഞു പോകാതെ ഈ അലുമിനി അസോസിയേഷന്റെ രൂപാന്തരവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ബൈലോവുമായി ബന്ധപ്പെട്ട്, അതിന്റെ അടുത്ത വർഷത്തെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ഈ വൈകിയ വേളയിൽ അതിനൊന്നും മെനക്കെടുന്നില്ല. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തന്ന രജിസ്ട്രേഷൻ ഫോമിലെ സജഷൻ ബോക്സിൽ ഈ പ്രോഗ്രാം എല്ലാ വർഷവും എന്ന് നടത്തണം എന്ന തീരുമാനത്തിൽ ഒരു സജഷൻ കൂടി നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും അതിനും ഒരു കൺക്ലൂഷൻ നമുക്ക് തരാം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതിനും ഈ കലാപരിപാടികൾക്ക് ശേഷം ഏറ്റവും ഹൃദ്യമായ ഒരു ക്ലോസിംഗ് സെറിമണി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാക്കാവാൻ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും പറ്റുമെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ, ചേച്ചിമാർ ഉൾപ്പെടെയുള്ളവർ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഔചിത്യത്തിന്റെ പേരിലെങ്കിലും ബഹുമാന്യനായ പ്രസിഡന്റിന് കൂടി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ദ സ്ട്രോങ് ബിൽഡ് മാൻ മിസ്റ്റർ അബ്ദുൽ നാസറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വൈകിയ വേളയിലും ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഈ വിദ്യാർത്ഥി സദസ്സിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായ ബഹുമാന്യനായ ശ്രീ CP മുഹമ്മദ് MLA, ഏറ്റവും പ്രിയങ്കരനായ ശ്രീ KP അബൂബക്കർ ഡോക്ടർ, ബഹുമാന്യനായ ശ്രീ KSB തങ്ങൾ, ശ്രീ തോമസ് K ജോസഫ്, ശ്രീ KV മാത്യു സാർ, ശ്രീ മുഹമ്മദ് സാർ, നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ, നമ്മുടെ പ്രോത്സാഹനത്തിന്റെ ഊർജ്ജവും ഉറവിടമായ നമ്മുടെ പ്രിയങ്കരിയായ ആശാ മിസ്, അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് നമ്മളെ നിരന്തരം കീഴടക്കുന്ന ശ്രീലേഖ മിസ്, മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ അവരുടെ ബിസിനസ് പരമായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റും മറ്റ് പ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PTA-യുടെ ഏറ്റവും പ്രിയങ്കരനായ ഭാരവാഹികൾ ശ്രീമതി സംഗീത ചേച്ചി, അതുപോലെ ശ്രീ ഉണ്ണിയേട്ടൻ, മറ്റ് ടീച്ചേഴ്സ്, ഈ കോളേജിൽ സ്കൂളിലെ നിലവിലുള്ള സ്റ്റാഫുകൾ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ലൈറ്റ് ആൻഡ് സൗണ്ട്, മറ്റ് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മളെ മുമ്പ് പഠിപ്പിച്ചു പോയ ടീച്ചേഴ്സ്, സർവോപരി ഈ സംഗമം വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ MES-ന്റെ സ്കൂളും MES-ന്റെ സ്കൂൾ ഡേയ്സും നമ്മുടെ തറവാട്ട് സ്വത്താണെന്ന് തെളിയിച്ച പ്രിയം നിറഞ്ഞ സഹോദരങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.